നല്ല ടൈറ്റാട്ടോ, അത് നല്ലപോലെ കറക്കി എടുക്കാൻ വേണ്ടി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് കൊക്കോ കായിൽ നിന്ന് കൊക്കോ ബട്ടർ ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊക്കോ തോട്ടത്തിൽ നിന്ന് കൊക്കോയൊക്കെ പറിച്ച് മൊത്തം പൊട്ടിച്ച് അതിൻ്റെ അകത്തെ കുരു എടുത്ത് ഫെർമെൻറ്റേഷൻ ചെയ്ത് ഉണങ്ങി അതിനെ നല്ലതുപോലെ അരച്ച് കിട്ടുന്ന അതിന് പറയുന്നതാണ് മാസം എന്ന് പറയും. ആ മാസം എടുത്തിട്ട് നമ്മൾ പൗഡറും ബട്ടറും ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ കൊക്കോ ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അതിൻ്റെ പ്രോസസ്സിങ് കാര്യമാണ്. ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഞാനിതിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുണ്ടല്ലോ കൊക്കോ തോട്ടത്തിൽ പോയി കൊക്കോ പറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പരിചയപ്പെടാം. അപ്പോൾ നേരെ അങ്ങ് കൊക്കോ തോട്ടത്തിലേക്ക് പോകാം. കൊക്കോ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് തിന്നുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഒരു രുചി അത് ഏത് ചോക്ലേറ്റ് തിന്നാലും കിട്ടുമല്ലോ കേട്ടോ. സംഭവം ഉണ്ടല്ലോ, ഞാൻ ചെറുപ്പകാലത്ത് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തുണ്ടല്ലോ രാവിലെ ഇങ്ങനെ നടന്നാ വന്നത്, രാവിലെയും വൈകിട്ടും നമ്മൾ നടന്നാ വരുന്നത്. ആ സമയത്തുണ്ടല്ലോ ഒത്തിരി കൂട്ടുകാർ നമുക്കുണ്ട്. ഇവർ രാവിലെ പോകുമ്പോൾ ഞങ്ങളുണ്ടല്ലോ എവിടെയൊക്കെയാണ് കൊക്കോ പഴുത്ത് നിൽക്കുന്നത് ഇതെല്ലാം നോക്കി ട്യൂൺ ചെയ്ത് വെച്ചിട്ട് പോകും. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഈ കൊക്കോ എല്ലാം പറിക്കും, അതൊക്കെ പൊട്ടിച്ച് തിന്നും. എല്ലാവരും ഇതിന് കൂടും കേട്ടോ. പിറ്റേ ദിവസം വന്നെങ്കിൽ പറമ്പിൻ്റെ ഉടമസ്ഥൻ പോയി സ്കൂളിൽ കംപ്ലയിൻറ്റ് ചെയ്യും. എന്തെല്ലാം പ്രശ്നം ഉണ്ടാകും, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മളിത് കട്ടുപറിച്ച് തിന്നും. അടിപൊളിയായിരുന്നു ആ കാലഘട്ടം. അങ്ങനെ ഒരു കുട്ടിക്കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെ ഓർമ്മയല്ലേ നിങ്ങളുടെ കുട്ടിക്കാലം? നമ്മൾ പതുക്കെ ഉണ്ടല്ലോ കൊക്കോ ഒക്കെ അങ്ങ് പൊട്ടിച്ച് ഇതിനാവശ്യമായ കൊക്കോ ഒക്കെ എല്ലാം ഒന്ന് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പണി ഏകദേശം അവസാനിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ഏകദേശം 3/4 ബക്കറ്റ് കൊക്കോക്കുരു കിട്ടി. ഇനി നമ്മളുണ്ടല്ലോ ഈ കൊക്കോക്കുരു ഫെർമെൻറ്റേഷനായിട്ട് കൊണ്ടിടണം. അപ്പോൾ അതിൻ്റെ പണികളിലേക്ക് പോവാം. അപ്പോൾ
അപ്പോൾ ഇത് ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് കൊക്കോ സീഡ് കഴുകി വൃത്തിയാക്കി നല്ലപോലെ ആക്കി കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ പാർപ്പുറത്ത് നല്ല വൃത്തിയുള്ള പാർപ്പുറമാണ്. ഇതിലിട്ട് ഉണങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോയുടെ വിത്ത് നല്ലതുപോലെ ഉണ്ടല്ലോ പാകമായിട്ട് കിട്ടും 2 ദിവസം കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഉണങ്ങുന്നത്. അപ്പോൾ പതുക്കെ നമ്മളിത് ഇടാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൊക്കോ ബീൻസ് എല്ലാം ഉണ്ടല്ലോ നല്ല ഉണങ്ങി നല്ല സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. കേട്ടോ സംഭവം നല്ല ഉണ്ട്. ബീൻസിൻ്റെ കളറും എനിക്ക് നല്ല സ്റ്റൈലും കളറല്ലേ. ഇനി ഞാൻ നിങ്ങളെ ഒരു വ്യത്യാസം കൂടെ കാണിക്കാൻ പോവുക. ഇതിപ്പോൾ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ നല്ല കൊക്കോയുടെ വിത്ത് ഇതുണ്ടോ. ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാത്തതും ഫെർമെൻറ്റേഷൻ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഫെർമെൻറ്റേഷൻ ചെയ്യാത്തത് നമ്മൾ എടുക്കുകയല്ല, ഫെർമെൻറ്റേഷൻ ചെയ്ത വിത്താണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ കൊക്കോ ബീൻസ് എല്ലാം ഉണ്ടല്ലോ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഈ ചട്ടി പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തങ്ങ് വെച്ച് സെറ്റാക്കാൻ പോവാണ്. ഇനി അത് ചൂടാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ. അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൊക്കോയുടെ വിത്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കൊക്കോ വിത്ത് നല്ലപോലെ റോസ്റ്റിങ് കഴിഞ്ഞ് നല്ലതുപോലെ കിട്ടി കേട്ടോ. ഉണ്ടോ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് അങ്ങ് തിരുമ്മി കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നല്ലതുപോലെ വിത്ത് കിട്ടാൻ തുടങ്ങും. ആ ഒരു ഭാഗമായി കഴിയുമ്പോൾ നമുക്കിതിനെ പതുക്കെ വാങ്ങി വെക്കാം. ഇതുണ്ടോ റോസ്റ്റിങ് ഏകദേശം കംപ്ലീറ്റായി. ഇതുണ്ടോ നല്ലതുപോലെ കൊക്കോ വിത്ത് കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ റോസ്റ്റിങ് കംപ്ലീറ്റായി. ഇനി നമ്മളിത് പതുക്കെ ഉണ്ടല്ലോ വാങ്ങി വെക്കുവാണ്. വാങ്ങി വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ തൊലി പൊളിച്ച് എടുക്കണം. അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ നമുക്ക് പതുക്കെ ചട്ടി അങ്ങ് വാങ്ങി വെക്കാം. 2 മിനിറ്റ് തണുക്കാനായിട്ട് ചെറുതായിട്ട് ഒരു ചൂട് മാറുമ്പോൾ നമുക്ക് പതുക്കെ ഇത് പൊടിച്ചെടുക്കണം. ഇനി നമ്മളുണ്ടല്ലോ ഈ കൊക്കോ കുരുവിൻ്റെ ഉണ്ടല്ലോ തൊണ്ട് മൊത്തം പൊളിച്ചെടുക്കണം. അതാണ് പരിപാടി. അങ്ങനെ നമ്മുടെ കൊക്കോ സീഡെല്ലാം സെറ്റായി കേട്ടോ. മൊത്തം സ്കിന്ന് കളഞ്ഞ് നമ്മൾ നല്ല വൃത്തിയാക്കി പതുക്കെ മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ ഇത് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു മീഡിയം സാധനം ഇടാവുള്ളൂ. നമ്മൾ ഇത്ര എടുത്തു. മിക്സിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങ് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊക്കോ വാട്ടർ ഉണ്ടല്ലോ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മളിപ്പം ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൊക്കോ നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റിൽ നമ്മളിത് ഇടിയപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ അച്ച് ഫസ്റ്റിലേ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഹോൾ ഇത്തിരി വലുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫസ്റ്റിലേ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ അരിപ്പയുടെ, ശരിക്കും പറഞ്ഞാൽ ഈ അരിപ്പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പയുടെ ചെറിയൊരു ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പതുക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് നമ്മളിത് സെറ്റാക്കണം. ഇതുണ്ടോ. എന്നിട്ട് നമ്മളുണ്ടല്ലോ കൊക്കോ അരച്ചത് നമ്മൾ പതുക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിൻ്റെ അടപ്പ് വെച്ചിട്ട് പതുക്കെ അങ്ങ് അടച്ചു കൊടുക്കാൻ പോവാണ്. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി പതുക്കെ അങ്ങ് കറക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല പ്യുവറായിട്ട് നല്ല സ്റ്റൈൽ ചെറിയൊരു കൊക്കോ ബീൻസിൻ്റെ ഒരു ചെറിയൊരു കറുപ്പ് നിറം വരും. കണ്ടോ പെണ്ണ ചെറുതായിട്ട് വരാൻ തുടങ്ങിയേക്കുന്നുണ്ടോ. കണ്ടോ ചെറുതായിട്ടെണ്ണ ചാടാനായിട്ട് തുടങ്ങിയേക്കുവാണ്. ഇനി ഇങ്ങനെ കറക്കി കൊടുക്കണം. തീരുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചു കൊടുക്കുക. നല്ല ടൈറ്റാട്ടോ അത് നല്ലപോലെ കറക്കി എടുക്കാൻ വേണ്ടി.
ഇതിൻ്റെ അകത്തെ മാക്സിമം എടുത്ത് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ അകത്തെ വേസ്റ്റ് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഉണ്ടോ, ഇതിൻ്റെ അകത്ത് ഉണ്ട്, പക്ഷേ നമ്മൾ ഇത് ഇനി ഉപയോഗിക്കാൻ കൊള്ളുമല്ലോ. നമ്മുടെ മാക്സിമം രീതിയിൽ ഇത് കണ്ടോ, ഭയങ്കര കട്ടിയായത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര കട്ടിയായി കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ പതൊക്കെ ഉണ്ടല്ലോ എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഉണ്ടോ, അരിപ്പം എല്ലാം കിട്ടി. നമ്മൾ വീണ്ടും ഇവനെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ അരിപ്പം നമ്മൾ വെച്ച് കൊടുത്തു. ഉണ്ടോ, ഒഴുകി ചാടുന്നു. കുറച്ച് നേരം നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ആ ടൈറ്റിനനുസരിച്ച് ഇവനെ ചാടും. പിന്നെ എന്നിട്ട് കുറഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ടൈറ്റ് ചെയ്താൽ കൊടുത്താൽ മതി. ഉണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ കൊക്കോ ബട്ടറിൻ്റെ ഗുണങ്ങൾ എന്താണെന്നറിയോ? സൗന്ദര്യവർദ്ധക ഉപയോഗങ്ങൾക്ക്, പിന്നെ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ കാര്യങ്ങൾക്കാണ് ഈ കൊക്കോ ബട്ടർ ഉപയോഗിക്കുന്നത്. അപ്പം ഓയിൽ നമ്മൾ എടുക്കൽ പരിപാടിയൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും കാട്ടിത്തന്നത്. അത് ഇനി കുറച്ചും കൂടെ ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. അരച്ച് ഞങ്ങൾ വെച്ചേക്കുവാണ്. ഇത്തിരി പണിയൊക്കെ ഉണ്ട് കേട്ടോ, ഇത്തിരി മെനക്കേടൊക്കെയാണ്. മാക്സിമം ഇത് ചുറ്റിച്ച് എണ്ണ എടുത്തതിന് ശേഷം നമ്മൾ ഈ വേസ്റ്റ് കളയുക, വീണ്ടും ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൽ നമ്മളുണ്ടല്ലോ അരിപ്പ് പോലെയുള്ള കറക്റ്റ് അത് വെച്ച് കൊടുക്കുക. കാരണം ഇത് ഇടിയപ്പത്തിൻ്റെ നൂല് പോലെ ഇല്ല ഇറങ്ങി വരും അതിൻ്റെ പേസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല നൈസായിട്ടുള്ള ഒരു അരിപ്പ് പോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശുദ്ധമായ കൊക്കോ ബട്ടർ ഉണ്ടോ, നല്ല സ്റ്റൈലായിട്ട് കിട്ടും. ഞാനിത് ഗ്ലാസ്സിലൊഴിച്ച് കാണിക്കും. അതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് കറക്റ്റ് ഒഴിച്ച് കാണിക്കുവാണ്. ഇതുണ്ടോ, കൊക്കോ ബട്ടർ ഇത്ര നമുക്ക് കിട്ടി. പൊടിയുടെ പോലെ മയം ഉണ്ടെങ്കിൽ അതൊന്ന് ഊറിയെടുത്താൽ മതി. ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഇതാണ് കൊക്കോ ബട്ടറിൻ്റെ. നല്ല ശുദ്ധമായ കൊക്കോ ബട്ടർ നമുക്ക് ജസ്റ്റ് അത്യാവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏതായാലും പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരിക്കും ഇതിൻ്റെ ഒരു ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് മിക്സറിൻ്റെ ഹൈ പ്രഷറിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൊക്കോ ബട്ടർ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതേ ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. ഏകദേശം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മൊത്തം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതിൽ നല്ലൊരു ഇതുണ്ടോ, ടൈറ്റാക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചാടി വരുന്നു. കൊക്കോ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയതുണ്ടല്ലോ, അങ്ങ് നല്ലതുപോലെ പേസ്റ്റാക്കി ഇതിൻ്റെ അകത്തേക്ക് ഫില്ലാക്കി കൊടുത്തിട്ട് ഇതുപോലെ കറക്കി കൊടുക്കുക. അപ്പോൾ നല്ല പ്യുവറായിട്ട് ഇതുണ്ടോ ഓയിൽ ഇതുപോലെ കിട്ടും, കൊക്കോ ബട്ടറും കിട്ടും. ഞാനിത് കണ്ടോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. കണ്ടോ, ചെറിയൊരു കളറുണ്ട് കേട്ടോ കൊക്കോയുടെ, എങ്കിൽ പോലും നല്ല ശുദ്ധമായ ഓയിലാണ്. കണ്ടോ, നമുക്ക് കിട്ടിയ ഓയിൽ. കുറച്ച് മെനക്കേടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മെനക്കേടൊക്കെ ഉണ്ട്. എങ്കിലും നോക്കിയാൽ നമുക്ക് നല്ല കൊക്കോ ബട്ടർ നമുക്ക് കിട്ടി. ഇനി ഇത് നല്ലപോലെ തെളി ഊറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത്തിരിയും കൂടെ കളർ കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മട്ട് കളഞ്ഞാൽ മതി. കണ്ടോ, നല്ല ഓയിൽ. അപ്പോൾ എങ്ങനെയാണ് കൊക്കോ ബട്ടർ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.